വണ്ടിക്ക് എന്തോ പറ്റി ഗൈസ്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കും പ്രഡിക്റ്റ് പറ്റില്ല. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴേ വണ്ടി എവിടെയെങ്കിലും ഒതുക്കി അങ്ങ് നിർത്തുക. ഇത് മയമല്ല, മന്ത്രമല്ല, ഇതിൽ പ്രത്യേകിച്ച് അന്ധവിശ്വാസങ്ങളും ഇല്ല. ഇത് പ്യുവർ സയൻറ്റിഫിക് ഡാറ്റ എക്സ്പീരിയൻസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെന്നാണ് പറയുന്നത്. ഈ വണ്ടി കൊള്ളാമല്ലേ, ഒരു ചെലന്തിയുടെ സെറ്റപ്പ് വണ്ടി. അയ്യോ, നമ്മളിന്നെടുത്ത വഴിയേ ശരിയല്ല. ഞാൻ പറഞ്ഞില്ലേ ആ കാര്യം കണ്ടു കഴിഞ്ഞാൽ വണ്ടി നിങ്ങൾ നിർത്തണമെന്ന്. ഇനി എന്ത് ചെയ്യും? കുറച്ച് ഫലത്തേ ഉള്ളൂ. അതിനെപ്പറ്റി പറയാൻ വന്നപ്പോൾ തന്നെ നമുക്ക് അവന്മാർ ഒരു പണി തന്നെ കണ്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വണ്ടി റോഡിൽ പോകുന്ന സമയത്ത് സ്കൂട്ടറിലാവട്ടെ ഇതേപോലെ കാല് തറയിട്ട് ഇങ്ങനെ കൊന്തി ഒരു ടീം വരും. അവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് അർജൻറ്റ് കാര്യത്തിനാണ്, എന്ത് സീരിയസ് കാര്യത്തിന് പോയാലും മാക്സിമം ഓവർടേക്ക് ചെയ്ത് പോകാൻ വേണ്ടി നോക്കണം. അല്ലെങ്കിൽ കുറച്ച് നേരം വണ്ടി നിർത്തി വെച്ച് അവരൊക്കെ പോയതിനു ശേഷം വണ്ടി എടുക്കാൻ വേണ്ടി നോക്കണം. ഇവരെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഇടതോട്ട് ഇൻഡിക്കേറ്റർ വലതോട്ട് തിരിയും, ചിലപ്പോൾ ഇട്ടേക്കുന്ന ഇൻഡിക്കേറ്റർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഇട്ടതാവാം. അങ്ങനെ ആർക്കും പ്രെഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും അതിന് ശേഷം നിങ്ങൾ ലൈഫിൽ നടക്കാൻ പോകുന്നത്. ഒരിടി എവിടെ നിന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പോലും പറ്റില്ല. ഞാൻ ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ഇടിയൊക്കെ പേടിച്ചാണ് ഈ ക്രാഷ് ഗാർഡ് വെച്ചേക്കുന്നതെങ്കിൽ അവർ ബാക്കിൽ നിന്നായിരിക്കും വന്ന് ഇടിക്കുന്നത്. ഇവൻ്റെ വണ്ടിക്ക് എന്തോ പറ്റി ഗൈസ്, എന്തോ പറ്റി ഗൈസ് വണ്ടിക്ക്. വണ്ടി റണ്ണിങ്ങിൽ ഈ സാധനം ഒന്നും ഓൺ ആവാതിരിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്കിട്ട് പണിതെന്ന്. ഷിറ്റ്, കൂളൻ്റ് വല്ലതും ലീക്ക് ആയി തോന്നിയതാവുമല്ലേ. ഇന്ന് അവന്മാരെ എനിക്കിട്ട് എന്ത് പണിതാലും മൂഞ്ചി ഗൈസ്. എണ്ണ തീർന്നതാവാൻ വഴിയില്ലല്ലോ. നീ എൻജിൻ വല്ലതും അടിച്ചു പോയതായിരിക്കുമോ ഗൈസ്? എൻ്റെ മൈൻഡ് ഔട്ടായി ഗൈസ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. വണ്ടി ഞാൻ ശരിയാക്കി ഗൈസ്. എനിക്ക് തന്നെ കയറി വന്നപ്പോൾ എന്തോ കാര്യം കൊണ്ട് ഇഗ്നീഷൻ ഓഫായിട്ട് ഓൺ ആയതുകൊണ്ട് ഈ ഒരു സാധനം കത്തി കിടന്നതാണെന്ന്. ബട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കത്തി തന്നെ കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ശരിയായി. കണ്ടതാ, ശരിയായി. ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് ചാത്തൻ സേവയുടെ പരിപാടി വരെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, അവർ കോപ്പും അറിയില്ല. ചുമ്മാ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് രാവിലെ വെളിയിറങ്ങും. ആരുടെയൊക്കെയോ ദയാദാക്ഷിണ്യവും ആരൊക്കെയോ വഴി ഒഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് മാത്രം ഇവർ സേഫായിട്ട് തിരിച്ച് വീടെത്തുന്നു എന്ന് മാത്രം. ഇവിടെ ആരെയും കല്യാണമൊക്കെ ഉണ്ട്. ആരുടെയെങ്കിലുമൊക്കെ ദയാദാക്ഷിണ്യം കൊണ്ട് മാത്രമാണ് ഇവരൊക്കെ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് വീട് പിടിക്കുന്നത്. അതും തന്നെ വർഷങ്ങളായിട്ട് ഓടിക്കുന്ന ടീമൊക്കെ ഉണ്ട് ഇതേപോലെ തന്നെ. അവരൊക്കെ ഇത്ര നാൾ എങ്ങനെ ജീവിച്ചിരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. അവരൊക്കെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് മഹാത്മാക്കൾ ഇവരൊക്കെ കൊണ്ട് ഇരിക്കാൻ നേരത്തെ ഒഴിഞ്ഞു മാറി കൊടുത്തത് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇത് ഞാൻ പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുന്ന പെമ്പിള്ളറെ ഒന്നും കുത്തി പറയുന്നതിൻ്റെ മെയിൻ കാര്യം, ഇപ്പോൾ ആരൊക്കെ നല്ല രീതിക്ക് എത്ര പേര് വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞാലും ഇതേപോലെ ചെയ്യുന്നതിൽ മുക്കാലല്ല ഒരു 100 പേര് വണ്ടി ഓടിക്കുന്നെങ്കിൽ അതിലൊരു 5 പേര് മാത്രമായിരിക്കും അതിൽ മര്യാദയ്ക്ക് ഓടിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ എല്ലാം ഇത് കണക്കാണ്. ഈ ഇത്ര നാൾ വണ്ടി ഓടിച്ചിട്ട് ഈ കാലൊക്കെ ഒരിച്ച് നടക്കുന്നു കേൾക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ തന്നെ ഇപ്പോൾ ഒരു ട്രാഫിക്കിലൊക്കെ നിർത്തിയാൽ പോലും മാക്സിമം കാലിലത്തെ രീതിയിലായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇക്വാലിറ്റി പറയുന്നവർക്കൊക്കെ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ബട്ട് ഇവരാരും അവരുടെ സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാനോ നോക്കില്ല. മറ്റാരെങ്കിലും പറഞ്ഞ നല്ല കാര്യം ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല. ജസ്റ്റ് ഒരു ഇഗ്നോറൻറ്റ്. അവർക്കിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പം എങ്ങനെയെങ്കിലുമൊക്കെ വായി നോക്കി കയറിയൊന്ന് തട്ടാൻ വന്നാലും ഇവരുടെ മനസ്സിലെ വിചാരം അപ്പോഴും നമ്മളെന്തോ തെറ്റ് ചെയ്തു, അവർ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നതിനുള്ള മൈൻഡ് സെറ്റിലാണ് അവരിപ്പോഴും ഓടിക്കുന്നത്. അതേപോലെ തന്നെ ഈ മാമന്മാരും പണ്ടൊക്കെ ലൈസൻസ് എടുത്തവരും അവരെ പ്രത്യേകിച്ച് തെറ്റുപണ്ട് കാര്യമൊന്നുമില്ല. അവർക്ക് ഇതിനെപ്പറ്റി ഒരു അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. ഈ ഇടയ്ക്ക് തന്നെ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പോകുന്ന സമയത്ത് ഒരു മാമനും കൊച്ചുകൂടെ ഇങ്ങനെ സ്കൂട്ടറിൽ വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് പറയാൻ നേരത്തെ ചുമ്മാ ഇൻഡിക്കേറ്ററും കൊണ്ട് കയറുകയാണ്. ഞാൻ തട്ടാതെ പിടിച്ചങ്ങ് വണ്ടി നിർത്തിയിട്ട് ഞാൻ പറയണമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ബട്ട് ആ കൊച്ചു ഉണ്ടായിരുന്നു. മാമ ഒരു ചിരിയും ചിരിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. മാമനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലെന്ന്. പ്രത്യേകിച്ച് ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ ഇപ്പോൾ 2 ചീത്ത വിളിച്ച് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ കൊച്ചും കേൾക്കും. കാര്യമില്ല. ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഈ മാമന്മാരായാലും മാമിയാരായാലും മുതിർന്നവരൊക്കെ വണ്ടി ഓടിക്കുന്നവർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം പണ്ടൊക്കെ ഈ ഒരു ഡ്രൈവിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള റൂൾസ് പോലും പഠിക്കാതെ ലൈസൻസൊക്കെ എടുക്കാമായിരുന്നു. ജസ്റ്റ് ഓടിച്ചൊക്കെ നോക്കിയാൽ മതി. ഇപ്പോഴാണ് ആ റൂൾസൊക്കെ കുറച്ചുകൂടെ പഠിക്കേണ്ട ആവശ്യമെങ്കിലും വന്നിട്ടുള്ളത്. ഇപ്പോഴും ഇതേ കാരണമൊക്കെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് ടെസ്റ്റ് പാസ്സാവും. ബട്ട് അതിന് ശേഷം എനിക്ക് ലൈസൻസ് എടുക്കാൻ നേരത്തെ വലിയ വണ്ടി ഓടിക്കാനൊന്നും അറിയില്ലായിരുന്നു.
വണ്ടി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പഠിക്കും. അത്യാവശ്യം ആരെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചും റൂൾസൊക്കെ പഠിച്ചെടുത്തിട്ട് മനമര്യാദകൾ ഇതിലേക്ക് വണ്ടി ഓടിക്കുന്നത്. അല്ലാതെ പയ്യന്മാരിൽ ഒരുപാട് പേരുണ്ട്, അതൊരു ചപ്പി ടീംസാണ്. റാഷ് ഡ്രൈവൊക്കെ അടിച്ച് മാസ് BGM ഒക്കെ കയറ്റി സ്റ്റാറ്റസ് ആക്കിയിട്ട് അവന്മാർ ഇപ്പോഴും നടപ്പുണ്ട്. പിന്നെ അവന്മാരെ കാര്യമല്ല പറഞ്ഞത്, അവന്മാരും ഇതൊക്കെ അറിയാനായിട്ടാണ് ചെയ്യുന്നത്. ഇത് അറിയാതെ ചെയ്യുന്ന കുറേ മാമിമാരൊക്കെ ഉണ്ട്. ഇവർ അതും വണ്ടി വല്ലതും കൊണ്ട് തട്ടിയതിന് ശേഷമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. ഈ നാട്ടുകാർ വണ്ടിയിലൊക്കെ നിൽക്കുന്നവന്മാരൊക്കെ അപ്പോഴേ മുണ്ടും മടക്കി കുത്തി ഇറങ്ങി വരും. നമ്മളത് തെറ്റ് ചെയ്താണ്. പ്രത്യേകിച്ച് നമ്മളെ അത്യാവശ്യം സൈസുള്ള ബൈക്കും നമ്മളൊരു ഹെൽമെറ്റും വെച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു. പക്ഷേ ഇവന്മാർ മഹാ പൊട്ടന്മാരാണ് കേട്ടോ. നമ്മളിങ്ങനെ ഞാൻ ഹെൽമെറ്റ് ഇൻ്റർകോമൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു പെണ്ണുകൊണ്ട് ഇടയ്ക്ക് കയറിയിട്ട് ഞാൻ തട്ടാ ജസ്റ്റ് മിസ്സിനാണ് വണ്ടി പിടിച്ച് നിർത്തിയത്. എവിടെ നിന്ന് വന്ന് കയറി എന്നപോലെ എനിക്കറിയില്ല. അപ്പോൾ കുറേ കിളവന്മാരൊക്കെ മുണ്ടും മടക്കി കുത്തി വന്നിട്ട് വായിക്കുകയാണ്. കൊച്ചിരിക്കുന്ന കണ്ടുകൂടാ ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്. കൊച്ചി എൻ്റെ വണ്ടിയിലല്ലേ ഇരുന്നത്, അവരെ വണ്ടിയിലാണ്. മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണമെന്നുള്ള അവരെ കാര്യമാണ്, അവരെ കൊച്ചിനെ മര്യാദയ്ക്ക് നോക്കേണ്ടതുള്ളത്. ഞാൻ പിടിച്ച് നിർത്തിയാൽ പോരാ, നീ തെരുവിളി മൊത്തം എനിക്ക്. ഗൈസ് വീണ്ടും ഞാൻ ചരലിൽ തെറ്റി വീഴാൻ പോയി. ഞാൻ പറഞ്ഞില്ലേ ചാത്തൻ സേവയുടെ പരിപാടിയൊക്കെ അവർക്കുണ്ട്. ബട്ട് ഞാനന്ന് ഹെൽമെറ്റ് ഇൻ്റർകോം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ലൈവാണ്, ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും കാണും ഇത് ക്യാമറയാണെന്ന്. ഈ മുന്നുള്ളത് സ്പോട്ടിൽ തന്നെ വിശപ്പിച്ചു. അപ്പോൾ ഈ സൈഡിൽ നിൽക്കുന്നവന്മാരെയൊക്കെ മാക്സിമം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഒഴിവാക്കാൻ നോക്കുക. ചുമ്മാ അമ്മമാരുടെ നിന്ന് വഴക്ക് കൂടുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇടി കിട്ടും. അതും ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോകണമെങ്കിൽ മാത്രമാണ് ഇതേപോലത്തെ ഐഡിയയൊക്കെ ഇറക്കേണ്ടത്. നമ്മൾ ഞങ്ങാട്ടൊക്കെയാണ് പോകണമെങ്കിൽ ഇതേനൊക്കെ ആവണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു അടി പോലും മുന്നോട്ട് വിട്ടു കൊടുക്കരുത്. അടിക്കടി ഇടിക്കിടി ആ മൈൻഡ് തന്നെ പോകണം. അല്ലാതെ വഴി നിൽക്കുന്നവന്മാരെ കൊണ്ടടിയാക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഒരുത്തനുമില്ല. അത് അവന്മാർക്ക് ഇതിൻ്റെ ബേസിക് നോളജ് പോലും അറിഞ്ഞൂടാ. ഇവന്മാരെ വിചാരം ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണോ തിരിയാം, ബാക്കിൽ നിന്ന് അവന്മാർ മാറിക്കൊടുക്കണമെന്നാണ് അവന്മാർ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. ഈ ഇൻഡിക്കേറ്ററൊക്കെ അവന്മാർ ഇട്ട് വെച്ചേക്കുന്നത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇട്ടേക്കുന്ന ഇൻഡിക്കേറ്ററാണ്. രാത്രി തിരിച്ച് അവന്മാർ ചെന്ന് വണ്ടി ഓഫ് ചെയ്യുമ്പോൾ ആയിരിക്കും ആ ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ആവുന്നത്. എനിക്ക് ഈ ഇടയ്ക്കാണ് ഇതേപോലെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. വണ്ടി പോകുന്നവർക്ക് ഞാൻ 2-3 കിലോമീറ്റർ മുമ്പ് ഒരാളെ വേഗം ഇങ്ങനെ പതുക്കെ പോവുകയായിരുന്നു എന്ത് ചെയ്യുന്നത് നോക്കാൻ വേണ്ടി. അയാൾ അവിടെ നിന്നേ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി വീട്ടിൽ നിന്ന് ഇറങ്ങിയ പറ്റിയാണെന്ന്. ഞാൻ എവിടെയോ വെച്ച് ഓവർടേക്കാൻ നേരത്ത് ഇവൻ കൊണ്ട് കയറിയിട്ട് വയ്ക്കാൻ ഇൻഡിക്കേറ്റർ കണ്ടുപിടിയെന്ന്. പിന്നെ റൈറ്റ് ഓഫ് വേ ഈ സൈഡിൽ നിൽക്കുന്നവന്മാർക്ക് എല്ലാവരും വിചാരമുണ്ട് ചുമ്മാ കൊണ്ട് വണ്ടിയും കൊണ്ട് കയറാമെന്ന്. നമ്മളിങ്ങനെ പോകും ഇവന്മാരോടെ കൊണ്ട് കയറിയിട്ട് ചോദിക്കുന്നത് കണ്ടുപിടിയെന്നാണ് ചോദിക്കുന്നത്. കണ്ടുപിടിയെന്നിട്ട് അത് തിരിച്ചാണ് ചോദിക്കേണ്ടത്. നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് റോഡിൽ പോകുകയാണെങ്കിൽ പ്രയോറിറ്റി നമുക്കാണ്. അവന്മാർ വേണം നോക്കി കയറാൻ വേണ്ടി. ഇതൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ഇങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ വഴി ഇറങ്ങി ഇവരെയൊക്കെ ചുമ്മാ ചീത്തയും വിളിച്ച് വഴക്കുണ്ടാക്കി നടന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു മാമി ഒരു മാമൻ അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള അപ്പൂപ്പനാവട്ടെ ഈ വണ്ടി ഓടിക്കുന്നവരൊക്കെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും പയ്യന്മാർ അല്ലെങ്കിൽ നല്ലതിലേക്ക് വണ്ടി ഓടിക്കാറിയാന്ന് 1-2 പേരെങ്കിലും കാണും. അപ്പോൾ ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യം ഇവരെയൊക്കെ ഒരു ദിവസം പിടിച്ചിരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ മര്യാദയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇവന്മാർ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ വേറെ റോട്ടിൽ കിടന്ന ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവനെല്ലാം അറിയാം ആ ഒരു മൈൻഡ് സെറ്റിൽ എടുക്കും. ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ വീട്ടിൽ പ്രത്യേകിച്ച് മാമിയാരോ നിങ്ങളെ സഹോദരിമാരോ ചേച്ചിമാരോ ഒക്കെ വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം വണ്ടി ഇടിച്ചതിന് ശേഷം ഇവരൊക്കെ മൈൻഡ് സെറ്റ് നമ്മളെന്തോ തെറ്റ് ചെയ്ത് അവരെ കൊണ്ടുപോയി ഇടിച്ച രീതിയിലാണ് ഇവന്മാരൊക്കെ നിൽക്കുന്നത്. പിന്നെ റോഡ് സൈഡിൽ നിന്ന് കൊണയടിക്കാൻ വേണ്ടി പറഞ്ഞവന്മാർ ഒരിക്കലും നിർത്താൻ വേണ്ടി പോകുന്നില്ല. അവന്മാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ പറ്റിച്ചാൽ മതി. ഇപ്പം ഇല്ലാത്ത എന്തെങ്കിലും നിയമങ്ങളൊക്കെ പറഞ്ഞാൽ മതി. കുറച്ച് കട്ടിയുള്ള വാക്കൊക്കെ കെട്ടിഞ്ഞാൽ അവന്മാർ അപ്പോഴേ അങ്ങ് പോകും. ഞാൻ തന്നെ ഈ ഒരു ഇൻ്റർകോം വെച്ചിട്ടാണ് അവന്മാരത് പറഞ്ഞത് ക്യാമറയാണ്, ലൈവ് ടെലികാസ്റ്റിംഗ് ആണ്, എല്ലാ റെക്കോർഡാണ് കാണണമെന്ന് ചോദിച്ചത്. ഇവന്മാർ കാണണമെന്ന് പോലും പറയില്ല, കാരണം ഇവന്മാർക്ക് അതിനുള്ള വിവരമേ ഉള്ളൂ. അപ്പോൾ ഇവന്മാരെ വിവരമില്ലായ്മ മാക്സിമം ചൂഷണം ചെയ്യുക. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ തടി നോക്കേണ്ടത് നമ്മുടെ കാര്യം തന്നെയാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ പോകുന്നിട്ട് അവിടെ നിന്നെങ്കിലും കൊച്ചു വെച്ചെടുത്ത് ചാടിക്കഴിഞ്ഞാലും നാട്ടുകാർ തെണ്ടികളെല്ലാം എൻ്റെ മണ്ടക്കെട്ടി കയറും. ഇപ്പോൾ ഒരു ക്യാമറ വെച്ചേക്കുന്നത് ചിലപ്പോൾ എനിക്ക് പ്രൂഫ് കാണിക്കാൻ പറ്റും. ബട്ട് നാട്ടിൽ മൊത്തം എന്തായി, ഒരു പഴയ പോയൊരു കൊച്ചിനെ ഞാൻ ഇടിച്ച് കൊന്ന രീതിയിലായി. ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ ഇതുപോലെ ഒരു ഇൻസിഡൻറ്റ് നടന്നായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ വണ്ടിയിൽ ഇങ്ങനെ പോവുകയായിരുന്നു. സാധാരണ രീതിയിൽ വണ്ടി ഓഫ് ആകുന്ന 40 സ്പീഡ് കാണും. അപ്പോൾ വീട്ടിലാരും ഇല്ലാത്ത സമയം നോക്കി ഒരു കൊച്ചി ഇറങ്ങി അവൻ്റെ സൈക്കിളും കൊണ്ട് ഗേറ്റോടെ നേരെ റോഡിലോട്ട് ചാടി. ഇവന്മാരിടിച്ചിട്ടിട്ട് അപ്പോഴേ വണ്ടി കയറ്റി ആശുപത്രിയിലും കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ കഥ നല്ല രീതിക്ക് അങ്ങ് മാറി. പിറ്റേന്ന് പത്രത്തിൽ വന്നതും വീട്ടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കൊച്ചിനെയും യുവാക്കൾ റാഷ് ഡ്രൈവ് ചെയ്ത് വന്ന് ഇടിച്ചു വന്ന്. അത് ആ കൊച്ചിനെ ഇടിച്ചിട്ട് ആ സൈക്കിളൊക്കെ റോഡ് ഫെയിലായിട്ടത്. ഞാനൊക്കെ ആ ഒരു സ്ഥലത്ത് പോയി നോക്കാൻ നേരത്ത് കുറേ കിളവന്മാർ ആ സൈക്കിളെടുത്ത് ഓടയിലിട്ടിട്ട് പറയുകയാണ് സൈഡിൽ നിന്ന് ചെറുക്കൻ ഇടിച്ച് ഓടയിട്ടത്. പിള്ളേരാ ഇതേപോലെ മാമിമാരാ ഒക്കെ ഇടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാത്ത രീതിയിലായിരിക്കും കഥകളൊക്കെ മാറ്റി മറിക്കുന്നത്. പ്രത്യേകിച്ചും മീഡിയ, ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ ഓൺലൈൻ മീഡിയ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവർക്ക് വൈറ്റ് കിട്ടുന്ന രീതിയിൽ മാറ്റി ഇടിക്കും. പ്രത്യേകിച്ച് ഞാൻ വണ്ടി ഓടിക്കുന്ന എൻ്റെ ഒരു മൈൻഡ് സെറ്റ് പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ സൈഡിൽ കുറച്ച് അമ്മൂമ്മമാരോ നടന്നു വന്ന കൊച്ചുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ
ഇവരെല്ലാം നമ്മളെ വണ്ടിക്ക് അടാവാൻ വേണ്ടി എടുത്ത് ചാടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഞാൻ ഇപ്പോൾ 2 നേരം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിചാരിക്കും അവരുടെ ചാടി എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പീഡിൽ ഞാൻ പോകും. ഇപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആൾക്കാരൊക്കെ കാണുമ്പോൾ ഞാൻ കുറച്ച് വണ്ടിയുടെ സ്പീഡൊന്ന് കുറയ്ക്കാറുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇനി എന്ത് പണിയാണ് അടുത്ത പറഞ്ഞതെന്ന് എനിക്ക് ഒട്ടും അറിയില്ല ഗൈസ്. ഞാൻ ഒരുപാട് റിസ്ക് എടുത്താണ് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തന്നത്. ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന പയ്യന്മാരാണെങ്കിൽ നിങ്ങളെ വീട്ടിലെ മുതിർന്നവരോ നിങ്ങളെ ഫാദർമാർ ചേച്ചിമാരോ ഉറപ്പായിട്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത്. നിങ്ങളായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മാത്രമേ കാര്യമുള്ളൂ. ഇത് പറയുമ്പോൾ അവർ മെയിനായിട്ട് പറയുന്നത് ഞാൻ ഇത്ര നാളായിട്ട് വണ്ടി ഓടിക്കുകയാണ്, നീയൊക്കെ ഇപ്പോഴല്ലേ പഠിച്ചത്, പഠിപ്പിക്കാൻ വരണ്ടെന്ന്. ഇവരെ വിചാരം ഇത്ര നാൾ വണ്ടി ഓടിച്ചിട്ട് ഒന്നും പറ്റാതിരിച്ച് വീടെത്തിയത് എന്തോ ഇവരെ സ്കില്ല് വെച്ചിട്ടാണ്. ഇവരെ സ്കില്ലല്ല, റോട്ടിലുള്ള മറ്റുള്ളവരെ സ്കില്ല് വെച്ച് മാത്രമാണ് അവരൊക്കെ അങ്ങനെ കയറി വരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റോഡിൽ കൂടെ പോകുന്ന നേരത്ത് ഈ 20-ലും 10-ലും ഒക്കെ കാലിട്ട് ഇങ്ങനെ പോകുന്ന ടീമുണ്ടല്ലോ, അവരെപ്പോഴും നടുക്കൂടെ ആയിരിക്കും പോകുന്നത്. ഇതൊരു എഴഞ്ഞു പോലെ റോഡിന് നടുക്കൂടെ പോയി കഴിഞ്ഞാൽ ഒടുക്കത്തെ റിസ്ക്കാണ്. അപ്പോൾ ഒരു റോഡിൽ ഓവർ സ്പീഡ് പോകുന്നത് പോലെ തന്നെ സ്പീഡ് ലിമിറ്റിന് ഒരുപാട് താഴെ പോകുന്നത് അതേപോലെ റിസ്ക്കാണ്. കാരണം ബാക്കിൽ നിന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് പിന്നെ നിങ്ങളെ വടിച്ചടിക്കേണ്ടി വരും. ഈ ചിലവർ ഹൈവേയിൽ ഇറങ്ങിയവർ 20-30-ലായിരിക്കും പോകുന്നത്. നമ്മൾ വല്ലതും അറിയാതെ ഓവർടേക്ക് വല്ലതും ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് 60 സ്പീഡ് ലിമിറ്റുള്ള റോഡിൽ 20 പോകുന്നവർക്ക് 40-ലോ 50-ലോ നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്ത് പോയാലും സ്പീഡെന്ന് തന്നെ തോന്നും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വളരെ കെയർഫുള്ളായിട്ടാണ് വണ്ടി ഓടിക്കാൻ വേണ്ടി. ഏത് സൈഡിൽ നിന്നും ഒരു ഇടി നമുക്ക് വരും. വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.